അപ്പോൾ ദേ ഇന്നൊരു തലശ്ശേരി കല്യാണത്തിൻ്റെ കഥയാണ് കേട്ടോ. ഞാനും അച്ഛനും അനന്തും കൂടിയാണ് പോയത്. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായി, പക്ഷേ കൺഫേം ആയില്ല. അങ്ങനെ ജനറലൊക്കെ എടുത്ത് കയറി അവിടെ എത്തി. അപ്പോൾ നമ്മൾ കുറച്ച് എത്തിയപ്പോഴാണ് കേട്ടോ നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ അവിടെ എത്തി നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ദേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയിട്ടാണ്. പിന്നെ കല്യാണം ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഒരു കസിൻ്റെ ആയിരുന്നു, ദൃശ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെത്തി പെണ്ണിനെയും ചെക്കനെയൊക്കെ കണ്ട് പെണ്ണിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ചേച്ചിയും ചേട്ടനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അതേപോലെ അമ്മച്ചിക്കാണെങ്കിൽ ഡ്യൂട്ടിയുമായിരുന്നു. അങ്ങനെ ഞാനും അനന്തും അച്ഛനും കൂടിയാണ് പോയത്. അങ്ങനെ ദേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ നിന്നിട്ടാ. കാരണം ഇപ്പം തന്നെ നമുക്ക് ട്രെയിൻ തിരിച്ച് നാട്ടിലേക്ക് ഉണ്ട് 3 മണിയാകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോഴേക്കും ദേ ചേച്ചിയുടെ കുറേ റിലേറ്റീവ്സ് ആൻറ്റിമാർ അങ്ങനെ എല്ലാവരും വന്ന് നമ്മളോട് വർത്താനം പറയായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ ആയിരുന്നു കല്യാണത്തിന്. സദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റ് അല്ല കേട്ടോ. എല്ലാ കറികൾക്കും വേറൊരു ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ പായസമാണെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലാണ് തന്നത്. പിന്നെ എനിക്കാണെങ്കിൽ പായസം ഇലയിൽ ഒഴിച്ച് കഴിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇലയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടോ. പിന്നെ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണേ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പോൾ തന്നെ ഞാൻ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ ട്രെയിൻ വന്നപ്പോഴേക്കും ചാടി പിടിച്ച് കയറിയിട്ടാണ്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വന്നതിലും തിരക്കായിരുന്നു തിരിച്ചു വന്നപ്പോൾ. നമ്മൾ ശരിക്കും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായി, പക്ഷേ അതൊന്നും നമുക്ക് കൺഫേം ആയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ആ തിരക്കിൽ നമുക്ക് കോഴിക്കോട് എത്തിയപ്പോൾ സീറ്റ് കിട്ടി. അതന്നെ വലിയ ഭാഗ്യം. അങ്ങനെ നമ്മൾ ദേ ഫൈനലി ആലുവ എത്തിയിട്ട് ആലുവയിലാണ് നമ്മൾ ഇറങ്ങിയത്. അത്യാവശ്യം നല്ല ടയേർഡാണ്. എന്തായാലും അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.